ബീക്കൺ ട്യൂട്ടോറിയൽ. ഹലോ ഗൈസ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതോടൊപ്പം തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ടാക്സോണമിക് എയ്ഡ്സ്. അതിൽ ഒരുപാടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹെർബാരിയം, ഫ്ലോറ, ഫോണ, ബൊട്ടാനിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, മ്യൂസിയം, മാനുവൽസ്. അതിൽ വിട്ടുപോയ ഒന്നാണ് കാറ്റലോഗ്സ്. കാറ്റലോഗ്സ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് പബ്ലിക്കേഷൻസ്. അതെന്തെങ്കിലും പുസ്തകങ്ങളാവാം, ഡിക്ഷണറീസ് ആവാം, വിച്ച് പ്രൊവൈഡ് ന്യൂ ഇൻഫർമേഷൻ ഫോർ ടാക്സോണമിക് സ്റ്റഡീസ്. അതായത് ടാക്സോണമിക് സ്റ്റഡീസ്, അതായത് ക്ലാസിഫിക്കേഷനെ, ഒരു ഓർഗാനിസത്തെ തരംതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന എന്ത് പുസ്തകങ്ങളാവാം, എന്തും ആയിക്കോട്ടെ, ക്ലാസിഫിക്കേഷന് നമ്മളെ സഹായിക്കുന്ന എന്തൊരു തരം പബ്ലിക്കേഷൻസിനെയും നമുക്ക് കാറ്റലോഗ് എന്ന് വിളിക്കാം. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടാക്സോണമിക് എയ്ഡ് ആണ് ടാക്സോണമിക് കീ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. അപ്പം കീ കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ക്വസ്റ്റ്യൻ കോൾഡ് കപ്ലെറ്റ്. അതായത് പുതിയൊരു ഓർഗാനിസം അല്ലെങ്കിൽ പുതിയൊരു സംഭവം നമ്മളെ കയ്യിൽ കിട്ടുകയാണ്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ടാക്സോണമിക് കീ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എനിക്കൊരു പുതിയൊരു ഓർഗാനിസം കിട്ടി, അത് പൂച്ചയാണ്, അത് നമുക്കറിയാം, പക്ഷേ നമുക്കറിയില്ല എന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പം പൂച്ചനെ കിട്ടുകയാണ്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ, ഒരു കപ്ലെറ്റ്, കീ കൺസിസ്റ്റ് ഓഫ് എ പെയർ ക്വസ്റ്റ്യൻ കോൾഡ് കപ്ലെറ്റ്. അപ്പോൾ എൻ്റെ കപ്ലെറ്റ് എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെദർ ദ ഓർഗാനിസം ഈസ് മൂവിങ് ഓർ നോട്ട്. അപ്പോൾ അതിനുള്ള ആൻസർ എന്താവാം? യെസ് ആവാം, നോ ആവാം. അപ്പം ക്യാറ്റ് മൂവ് ചെയ്യുമല്ലോ, മൂവ് ചെയ്യുന്നുണ്ട്, യെസ്. അപ്പം എന്താവും? ദ ഓർഗാനിസം ഈസ് മൂവിങ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നോ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ പോയി. ദ ഓർഗാനിസം ഈസ് മൂവിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടി. ആ സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന പേരാണ് ലീഡ് എന്ന് പറയുന്നത്. ഈ ടാക്സോണമിക് കീയിൽ എപ്പോഴും രണ്ട് സാധ്യതകളാണ് ഉണ്ടാവുക ആൻസറിന്, ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. അതിൽ ഒന്നെപ്പോഴും ഒരു ആൻസർ എപ്പോഴും എസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ രണ്ട് സാധ്യതകളേ ഉണ്ടാവുള്ളൂ. അതിൽ ഒന്നിനെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരിക്കും മറ്റേ സാധ്യത വരിക. അതായത് യെസ് എന്ന് പറയുമ്പോൾ പിന്നെ നോക്ക് അവിടെ സ്കോപ്പില്ലല്ലോ. ഇനി അടുത്ത് വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചറെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാർലസ് ലിനേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഓക്കെ, ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 കമ്പോണൻ്റ് ഉള്ള നെയിമിംഗ് ആണ്, 2 കമ്പോണൻ്റ് ഉള്ള നെയിമിംഗ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ നെയിം ജീനസ് നെയിം ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജീനസ് നെയിമിനെ ജനറിക് നെയിം എന്നാണ് പറയുക കേട്ടോ. ജീനസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ പേര് ജനറിക് നെയിമാണ്. രണ്ടാമത്തെ പേര് സ്പെസിഫിക് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റാണ്. അപ്പോൾ ആദ്യത്തെ വേർഡ് ജനറിക് നെയിമും രണ്ടാമത്തത് സ്പെസിഫിക് നെയിമും ആണ്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ആസ് വി go from species to kingdom in a taxonomic hierarchy, the number of common characteristics ഓപ്ഷൻസ് ഉണ്ട്. അതായത് കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസ് നിന്ന് കിങ്ഡത്തിലേക്ക് മൂവ് ചെയ്യുമ്പം സിമിലാരിറ്റീസ് കുറയാണോ കൂടുകയാണോ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സിമിലാരിറ്റീസ് എന്തായാലും കുറയല്ലേ ചെയ്യുക. കിങ്ഡത്തിൽ നിന്ന് താഴോട്ട് വരുമ്പം സിമിലാരിറ്റീസ് കൂടും. സ്പീഷീസിന് മേലോട്ട് പോകുമ്പം സിമിലാരിറ്റീസ് കുറയും. Which of the following suffixes used for units of classification in plants indicates a taxonomic category of family? അതായത് ഫാമിലി എന്ന വേർഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ടാക്സോണമിയിൽ യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ACA. അതായത് നമ്മൾ +1 പഠിച്ചിട്ടില്ലായിരുന്നോ, ബീൻ ഫാമിലി, ഫാബേസിയെ. ഓക്കെ, അതുപോലെ ACA എന്നുള്ള വേർഡാണ് ഫാമിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ ടേം സിസ്റ്റമാറ്റിക് റെഫേഴ്സ് ടു, പല ഓപ്ഷൻസും തന്നിട്ടുണ്ട്. സിസ്റ്റമാറ്റിക്സ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചതാണ്. ഡൈവേഴ്സിറ്റി ഓഫ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ ക്ലാസിഫിക്കേഷൻ മാത്രമല്ല, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടി പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതാണ്. അടുത്തത് ജീനസ് റെപ്രസെൻറ്റ്സ് വാട്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് ജീനസ് നെയിം അല്ലെങ്കിൽ ജീനസ്. ജീനസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഓർ ആനിമൽസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ജീനസ് എന്ന് ചോദിച്ചാൽ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഓർ ആനിമൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ,
The taxonomic unit phylum in the classification of animals is equivalent to which hierarchical level in the classification of plants? അതായത് ഈ ഡിവിഷൻസ് നമ്മൾ വരുമല്ലോ, കിങ്ഡം, ഫൈലം. അതിൽ പ്ലാൻ കിങ്ഡത്തിനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ, അല്ലെ പ്ലാൻ കിങ്ഡത്തിനെ കുറിച്ചാണ് ക്ലാസിഫിക്കേഷൻ നടത്തണമെങ്കിൽ അവിടെ കിങ്ഡം കഴിഞ്ഞിട്ട് ഫൈലം എന്നല്ല പറയുക, ഡിവിഷൻ എന്നാണ്. അപ്പോൾ ആൻസർ ഡിവിഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കറക്റ്റ് ആൻഡ് റിവ്യൂ ദ ഫോളോയിങ് ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താനാണ് ക്വസ്റ്റ്യൻ. സെറ്റൈവ ഒറൈസ, ടൈഗ്രിസ് പാന്തറ. ശരിക്കും ഒറൈസ സെറ്റൈവ എന്നാണ്, പാന്തറ ടൈഗ്രിസ് എന്നുമാണ്. പാന്തറ ടൈഗ്രിസ് ടൈഗറിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Correct the mistakes of the flowchart to get the hierarchical arrangement of tiger in the ascending order. അതായത് ടൈഗറിൻ്റെ ഹൈറാർക്കിയൽ അറേഞ്ച്മെൻറ്റ് താഴെ നിന്ന് മേലോട്ടുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതായത് കറക്റ്റ് ആക്കിയാൽ മതി. കിങ്ഡം കാർണിവോറാന്ന് കൊടുത്തത് തെറ്റാണ്, തെറ്റ് കറക്റ്റാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കിങ്ഡം ടൈഗറിൻ്റെത് അനിമാലിയാണ്, ഫൈലം കോഡാറ്റയാണ്, ക്ലാസ് മെമ്മേലിയാണ്, ഓർഡർ കാർണിവോറയാണ്, ഫാമിലി ഫെലിഡയാണ്, ജീനസ് പാന്തരയാണ്, സ്പീഷീസ് ടൈഗ്രിസ് ആണ്. ഇതെന്തായാലും നോക്കിയിട്ട് പോവാം. എക്സാമിനൊക്കെ പോകുമ്പം ഇതെന്തായാലും പഠിച്ചിട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ ടേം ICBN ആൻഡ് ICZN. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ICBN ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ, ICZN ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, given below is a scientific name of frog. Identify the correctly written name. റാന ക്യാപിറ്റൽ T ആണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. താഴത്തേൽ സ്മോൾ ലെറ്റർ T ആണ് ടൈഗ്രിനൊക്കെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തതാണ് കറക്റ്റ്, കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജീനസ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റലിലായിരിക്കണം. റാണ കറക്റ്റാണ്. ടൈഗ്രിന സ്പീഷീസ് നെയിമാണ്, അല്ലെങ്കിൽ സ്പെസിഫിക് നെയിമാണ്, അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റാണ്. അത് സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഅറേഞ്ച് ദ ഓർഡർ ഓഫ് ക്ലാസിഫിക്കേഷൻ. ജീനസ്, ഫാമിലി, ഫൈലം, സ്പീഷീസ്, ക്ലാസ്, കിങ്ഡം, ഓർഡർ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതെന്തായാലും കറങ്ങി തിരിഞ്ഞ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റിലാക്കാൻ അതിൻ്റെ ഒരു കോഡും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിങ് ഫിലിപ്പ് കെയിം ഓവർ ഫ്രം ഗ്രേറ്റ് സ്പെയിൻ. കിങ്ഡത്തുനിന്ന് താഴോട്ട് എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഗിവൺ ടേംസ് ഇൻ ദ ടാക്സോണമിക് ഹൈറാർക്കി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ലിവിങ് വേൾഡിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും. പല ഓർഗാനിസത്തിൻ്റെ തന്നിട്ടുണ്ട്. അതിൽ ഒരു 4-5 പഠിക്കാനുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ആ ടേബിൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. അതിലുള്ള മാൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു ഓർഡറാണ് ഇവിടെ തെറ്റിച്ച് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ആക്കാനാണ്. അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും ആ ടേബിളും കൂടി പഠിച്ചിട്ട് പോവുക. പിന്നെ HSS ലൈവിൻ്റെ സൈറ്റിൽ പോയാൽ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നോക്കുന്നവർ പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക. ഇതൊക്കെ പഠിച്ചാൽ എന്തായാലും സിമ്പിളായിട്ട് ബയോളജിയൊക്കെ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടൻറ്റ് പഠിക്കുക, എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ ഒരു ലിവിങ് വേൾഡ് എന്നുള്ള ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്